ഇന്ന് നമുക്ക് കാളിയും കാളിദാസനും കഥ കേൾക്കാം. ഒരിക്കൽ ഉജ്ജയിനിയിൽ വിദൂഷിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. കുമാരി തന്നെ പാണ്ഡിത്യത്തിൽ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന നിശ്ചയം എടുത്തിരുന്നു. കുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് പല വിദ്വാൻമാരും കൊട്ടാരത്തിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു. എന്നാൽ അവരെയൊക്കെ വാദപ്രതിവാദത്തിൽ നിഷ്പ്രയാസം തോൽപ്പിച്ച് പറഞ്ഞയക്കുന്നതായിരുന്നു കുമാരിയുടെ വിനോദം. നിരാശരായ പണ്ഡിതന്മാർ കുമാരിയെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോൾ ഒരാൾ മരത്തിൽ കയറിയിരുന്ന് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്നതായിട്ട് കണ്ടു. തങ്ങൾക്ക് പറ്റിയ ആൾ ഇതാണെന്ന് അവരങ്ങ് തീർച്ചയാക്കി. അങ്ങനെ ആ മണ്ടനായ ആളെ താഴെ ഇറക്കി ഒരു പണ്ഡിതന് വേണ്ട വേഷഭൂഷാദികൾ അണിയിച്ച് രാജകുമാരിയുടെ മുന്നിൽ വാദപ്രതിവാദത്തിന് ഹാജരാക്കി. അപ്പോൾ അവിടെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന രാവണൻ്റെ ചിത്രം കണ്ട് അയാൾ "അമ്പട രാവണനോ" എന്ന് പറഞ്ഞു. അപ്പോൾ കുമാരി "രാവണൻ എന്നല്ല, രാവണൻ എന്നാണ്." എന്നാൽ പണ്ഡിതന്മാർ പെട്ടെന്ന് ഇടപെട്ടു. വിഭീഷണൻ, കുംഭകർണൻ എന്നിവരിൽ ഭാഗാരമുണ്ട്. അതിനാൽ രാവണ എന്ന് പറയുന്നതാണ് യുക്തി എന്ന് അവർ വാദിച്ചു വിജയിച്ചു. അങ്ങനെ അയാൾ വളരെ പണ്ഡിതനാണെന്ന് വിചാരിച്ച് കുമാരി ഉടനെ തന്നെ അയാളെ വിവാഹം കഴിച്ചു. എന്നാൽ രാത്രിയിൽ മുറിയിലെത്തിയ രാജകുമാരി കണ്ടത് തറയിലെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്ന് കാലിയെ മേയ്ക്കുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാര്യം മനസ്സിലാക്കിയ രാജകുമാരി വേഗം തന്നെ അയാളെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. വളരെ ക്ഷീണിതനായ അയാൾ വിദ്യ പഠിക്കണമെന്ന ആഗ്രഹവുമായി പല സ്ഥലത്തും അലഞ്ഞ് ഒടുവിൽ ഒരു വൃദ്ധയുടെ വീട്ടിലെത്തിച്ചേർന്നു. കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, "ഇവിടെ കാടിനടുത്തായി ഒരു കാളീക്ഷേത്രമുണ്ട്. അവിടെ ചെന്നാൽ നിനക്ക് വിദ്യ പഠിക്കാം." ഇത് കേട്ടതും അയാൾ ക്ഷേത്രത്തിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോഴേക്ക് രാത്രിയായിരുന്നു. ശ്രീകോവിൽ തുറന്നു കിടക്കുന്നുമുണ്ട്. അയാൾ വേഗം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ട് അതിനുള്ളിൽ ഇരിപ്പായി. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോയിരുന്ന ദേവി തിരിച്ചെത്തി. ശ്രീകോവിൽ പൂട്ടിക്കിടക്കുന്നത് കണ്ട് ചോദിച്ചു, "അകത്ത് ആരാണ്?" അത് കേട്ട് അകത്തിരുന്ന അയാൾ തിരിച്ചു ചോദിച്ചു, "പുറത്താരാണ്?" ദേവിയുടെ മറുപടി, "പുറത്ത് കാളി, അകത്ത് ദാസൻ." അയാളുടെ മറുപടി കേട്ട് എല്ലാം മനസ്സിലായ ദേവി കാളിദാസനോട് നാക്ക് നീട്ടാൻ കൽപ്പിച്ചു. നാക്കു നീട്ടിയ അയാളുടെ നാവിൽ ദേവി നന്ധകം കൊണ്ട് ഹരിശ്രീ എഴുതി കൊടുത്തു. ദേവീ സ്പർശം കൊണ്ട് പണ്ഡിതനായിത്തീർന്ന അദ്ദേഹത്തെ പിന്നീട് കാളിദാസൻ എന്ന് അറിയപ്പെട്ടു.